ഹായ് ഓൾ വെൽക്കം ടു ഇൻ്റർവൽ എൻ്റർടൈൻമെൻറ്റ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുഷ്പ 2 എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പുഷ്പ 2വിനെ പറ്റി പറയുന്നതിന് മുമ്പ് പുഷ്പ 1നെ പറ്റി പറയാം. പുഷ്പ 1 എവിടെ നിർത്തിയോ അവിടെയാണ് പുഷ്പ 2 തുടങ്ങുന്നത്. പുഷ്പ 1ൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ചന്ദനക്കടത്ത് അല്ലെങ്കിൽ ഒരു ചന്ദനമരം വെട്ടുകാരനിൽ നിന്ന് ചന്ദനക്കടത്തുകാരനായി ചന്ദനക്കടത്തിൻ്റെ സിൻഡിക്കേറ്റ് ഓണറായി മാറിയ പുഷ്പയായിരുന്നു. എന്നാൽ ക്ലൈമാക്സിൽ പുഷ്പ ബാക്കി വെച്ച് പോകുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ പ്രതികാരം, സുനിലിൻ്റെ പ്രതികാരം എന്നീ പ്രതികാരങ്ങൾ ബാക്കി വെച്ച് പോവുകയായിരുന്നു. എന്നാൽ പുഷ്പ 2വിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പുഷ്പയുടെയും ഫഹദ് ഫാസിലിൻ്റെയും സുനിലിൻ്റെയും എല്ലാം പ്രതികാര കഥയും അതേസമയം തൻ്റെ പ്രണയിച്ച് വിവാഹം കഴിച്ച രാഷ്മികയുമായിട്ടുള്ള ലൈഫുമാണ് പുഷ്പ 2 പറഞ്ഞു പോകുന്നത്. പുഷ്പ 2 ആരംഭിക്കുന്നത് തന്നെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ എന്നാൽ ചിലയിടങ്ങളിൽ തണുപ്പും ഒരു മങ്ങലോടെയും തന്നെയായിരുന്നു പുഷ്പ 2 പോയിക്കൊണ്ടിരുന്നത്. പുഷ്പ 2വിലും പറഞ്ഞു പോകുന്ന ഈ പ്രതികാരത്തിനോടൊപ്പം പുഷ്പ 1ൽ അതേ എക്സാക്ട് സെയിം പോലെ അവൻ്റെ വളർച്ചയും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അതിമനോഹരമായും ലോകോത്തരത്തിലുള്ള രാഷ്മിക മന്ദനയുടെ ക്രിഞ്ച് പെർഫോമൻസും പ്രണയ സീനുകളും വെറും വെറുപ്പിക്കലായിരുന്നു. അത് കണ്ടിരുന്ന് ഉരുകിപ്പോവും. 3-3.5 മണിക്കൂറുള്ള ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ തരാതെ പോയ മെയിൻ കാര്യമേ രാഷ്മിക മന്ദാനയായിരുന്നു. പക്ഷേ ചില സീനുകൾ അത് ആ സിനിമയെ എലവേറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുവയ്ക്കുന്നു, വീണ്ടും താഴ്ന്നു വരുന്നു, വീണ്ടും ഹൈ മൊമെൻറ്റിലോട്ട് പോകുന്നു. നമുക്ക് അവസാനം സിനിമ ഈ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്, അയ്യോ ഈ സിനിമ ഇത്രത്തോളം നീട്ടണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നീട്ടിയത് എന്തിനായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയാനുള്ളത് എല്ലാവരുടെയും പെർഫോമൻസ് ആയിരുന്നു. ഒന്ന് നമ്മുടെ അല്ലു അർജുൻ, അറിയാം അല്ലു അർജുൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ പുഷ്പ 1ൽ നാഷണൽ അവാർഡ് വരെ കിട്ടി. പിന്നെ ഒന്നും പറയേണ്ടാത്ത അഭിനയമാണ് ഫഹദ് ഫാസിലിൻ്റെ. ദ അൾട്ടിമേറ്റ് ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെയാണ് രാഷ്മിക മന്ദാന. ക്രിഞ്ചിൻ്റെ വെറുപ്പിക്കലാണെങ്കിലും പുള്ളിക്കാരി ചിലയിടങ്ങളിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ജഗപതി ബാബുവുണ്ട്, ജഗദീഷ് ബാബുവുണ്ട്, അതേപോലെ അനസൂയയുണ്ട്, സുനിലുണ്ട്, റാവോ റാമേഷുണ്ട്. റാവോ റാമേഷിൻ്റെയൊക്കെ സീനൊക്കെ വളരെ നന്നായിരുന്നു. 1ലെ പോലെ പുഷ്പയ്ക്ക് ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു റാവോ റാമേഷ് 2വിലും നൽകിയിരുന്നത്. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സുകുമാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സുകുമാർ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡിലും ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അടുത്തത് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയാണ് സുകുമാർ ഈ സിനിമയെ നിർത്തി വെച്ചിരിക്കുന്നത്. സുകുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലു അർജുനായിട്ടുള്ള തുടക്കം തന്നെയായിരുന്നു സുകുമാറിൻ്റെയും തുടക്കം. ആര്യ മുതൽ ഇങ്ങോട്ട് എല്ലാം അല്ലു അർജുനുമായിട്ടുള്ള വളരെ ബന്ധമുണ്ട്. അത് ആ ഒരു കെമിസ്ട്രി പുഷ്പ 2വിലും വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ്. അവരിനിയിപ്പോൾ അടുത്ത അവരുടെ റിലീസാകാനുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെയാണ്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് മിർസ്ലോ കൂബ ബ്രിസോക്കാണ്. പുള്ളി ഗാങ് ലീഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ എഡിറ്റിംഗ് ചെയ്ത നവീൻ നൂലി വന്നിട്ട് ജേഴ്സിക്കും സൺ ഓഫ് സത്യമൂർത്തി എന്ന സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. നാഷണൽ അവാർഡ് വിന്നറാണ്. മ്യൂസിക് ഡയറക്ടർ ഒന്ന് നമുക്കറിയാമല്ലോ, ദേവിശ്രീ പ്രസാദാണ്. പുള്ളിയാണ് പുഷ്പ 1ഉം ചെയ്തിരിക്കുന്നത്. ആര്യ, അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായ കങ്കുവയൊക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചിലയിടങ്ങളിൽ ദേവിശ്രീ പ്രസാദും മറ്റ് ചിലയിടങ്ങളിൽ സാം സി എസുമാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. ലൊക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ 1ലെ പോലെ തന്നെ ഹൈദരാബാദ്, അങ്ങനെ കാടിൻ്റെ അകത്തുള്ള പല സ്ഥലങ്ങളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. പുഷ്പ 1ഉം പുഷ്പ 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ പ്രത്യേകിച്ചൊന്നും തന്നെയില്ല. കഥ പോകുന്ന രീതിയെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ പുഷ്പ 1ൽ ഇല്ലാത്തൊരു ഐറ്റം പുഷ്പ 2വിലുണ്ട്. അത് രാഷ്മികയുടെ കട്ട ക്രിഞ്ചാണ്. ആ കട്ട ക്രിഞ്ച് നമുക്ക് റീസെൻ്റ്ലി കങ്കുവയിൽ കിട്ടിയിരുന്നു. ഇത് അതിലും വലുതാണ്. അതല്ലാതെയുള്ള മറ്റ് സീനുകളെല്ലാം പടത്തെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. പുഷ്പ 3യിലോട്ട് നമുക്കിനി പ്രതീക്ഷിച്ചിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ടാണ്. പക്ഷേ പുഷ്പ 2 ഓവറോൾ ഒരു ഡീസൻറ്റ് ഫിലിം. 3.5 മണിക്കൂറുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമ 3.5 മണിക്കൂർ തന്നെയാണെന്ന് വിചാരിച്ചായി പോയി കാണേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ പെട്ടെന്ന് തീരില്ല. 3.5 മണിക്കൂർ നമുക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.